ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരാഴ്ചയിലെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നല്ല അടിപൊളി റൊമാൻറ്റിക് സീനുകളും അതുപോലെ ചില പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിക്രത്തിനെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് വേദ. വേദ പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും എനിക്കൊരു പണി തന്നതല്ലേ, ആ പൊരിവേയിൽ തന്നെ നിർത്തിയതല്ലേ, രാത്രി മുഴുവൻ അമ്പലത്തിൽ പോയി ഭജന ഇരിക്കട്ടെ. അങ്ങനെ അത് പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് നമ്മുടെ കമലയെ കൊണ്ട്. കമല പറയുന്നുണ്ട്, വിക്രം നീ നന്നാവാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അങ്ങനെ ആ ഭജന ഇരുന്ന നിൻ്റെ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം വരും എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, പിന്നെ ഇവള് പറയുന്നത് കേട്ടിട്ടല്ലേ അമ്മ ഈ തുള്ളുന്നത്. ഇവളാണെങ്കിൽ ആകെപ്പാടെ അന്ധവിശ്വാസത്തിൻ്റെ കൂടാരമാണ്. അത് വച്ചല്ലേ അവൾ ഇവിടെ കയറി കൂടിയതും. ഇനിയിപ്പം ഞാൻ അമ്പലത്തിൽ പോയി ഭജന ഇരിക്കണം പോലും. അപ്പോൾ കമല പറയുന്നുണ്ട്, അതെ ഇന്ന് വൈകുന്നേരം പ്രദോഷമാണ്, നമുക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിൽ പോകാം. അതിനുശേഷം ഞങ്ങളിങ്ങ് പോരാം. വേദയും വിക്രവും അവിടെ ഇരിക്കുക, രാത്രി മുഴുവൻ ഭജന. അപ്പോൾ വിക്രം പറയണം, പിന്നെ ഇവളും കൊണ്ട് ഞാൻ രാത്രി മുഴുവൻ ഭജന ഇരിക്കാൻ പോവല്ലേ എന്ന് പറയണം. അപ്പം ഉടനെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ശ്രീജ, അത് പിന്നെ ഭർത്താവിൻ്റെ കൂടെ ഭാര്യയല്ലാതെ ഏടത്തിമാരാണോ ഭജന ഇരിക്കണ്ടേ? അങ്ങനെ വിക്രവും വേദയും കൂടെ ഭജന ഇരിക്കാൻ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളമുണ്ട്, ഷർട്ടും ഒക്കെ ഇട്ട് അടിപൊളിയായി നാടൻ ലുക്കിലാണ് കേട്ടോ വിക്രം വരുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ വേദയൊന്ന് നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിലിങ്ങനെ പറയാണ് കേട്ടോ, കൊള്ളാലോ വിക്രം, നല്ല അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ലുക്കാണ്, എന്തായാലും നോക്കിപ്പോവും, ഒരു കിടു ലുക്ക് തന്നെ, കൊള്ളാം, ചെക്കൻ നല്ല ചുള്ളനാണല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് വേദ. വിക്രം നല്ല അടിപൊളിയായിട്ട് ഇറങ്ങി വരുമ്പോഴേക്കും വിക്രത്തിൻ്റെ ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ടടാ, നിനക്ക് ഈ മുണ്ടും ഷർട്ടുമൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയുമ്പോൾ വിക്രം പറയാ, എന്ത് ചേർന്നാലെന്താ, ചേർന്നില്ലെന്താ, ഈ സാധനത്തിൻ്റെ കൂടെയല്ലേ അമ്പലത്തിൽ പോയി ഭജന ഇരിക്കേണ്ടത്. അങ്ങനെ അവരെല്ലാവരും കൂടി അമ്പലത്തിൽ പോവാണ്. ശ്രീജിയും നന്ദിനിയും കമലയും എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് വൈകുന്നേരം പ്രദോഷം തൊഴുവൊക്കെ ചെയ്യാണ് കേട്ടോ. അങ്ങനെ പ്രദോഷം ആയതുകൊണ്ട് തന്നെ അതിനുശേഷം പോരുകയാണ് നമ്മുടെ കമലവും ബാക്കിയുള്ളവരും. എന്നിട്ട് കമലം പറയുന്നുണ്ട്, വിക്രം നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കണം, ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ അമ്പലത്തിന് മുമ്പിൽ ഭജന ഇരിക്കണം, ഇന്ന് പ്രദോഷമാണ്, ശിവൻ്റെ ഭക്തിയായ എനിക്ക് അതിലും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഓരോരോ നിയമങ്ങൾ, ഇവളെ വിവാഹം കഴിച്ചപ്പോൾ തൊട്ട് എനിക്കാകെപ്പാടെ എനിക്ക് അമ്പലവും ഇതുപോലുള്ള വിശ്വാസങ്ങളും ഒന്നും ഇല്ലാത്തതാ. ഇപ്പം ഇവള് കാരണം ഞാൻ ഇതെല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനിപ്പോൾ അമ്മയും കൂട്ട്, അമ്മയ്ക്ക് ഇങ്ങനൊന്നും നേരത്തെ ഇല്ലായിരുന്നല്ലോ. വിക്രം നീ ഇതൊന്നും പറയണ്ട, ഇത് അമ്പലത്തിൻ്റെ മുറ്റവാ, ഇവിടെ നിന്ന് ഇങ്ങനൊന്നും പറയരുത്. വേദേ മോളെ, നീ ഇവനെ നോക്കിക്കോണം, രാത്രിയിൽ ഇവൻ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവനെങ്ങും പോകാതെ വേദ ശ്രദ്ധിച്ചോണം എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, പിന്നെ ഞാനത് ഏറ്റില്ലേ ആ കാര്യം, അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ അവിടെ ഇരിക്കുന്നത്. വിക്രത്തിനെ ഒറ്റയ്ക്കിരുത്തിയാൽ വിക്രം ഇരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞാനും കൂടെ ഇരുന്നാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ വിക്രം പറയുക, എടി ഒന്ന് മിണ്ടാതെ ഇരിക്കാവോ നിനക്ക്, ഞാൻ പറഞ്ഞല്ലോ ഭജന ഇരിക്കുവോ എന്തിരിക്കുവോ ചെയ്യാം. അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോൾ വിക്രവും വേദയും കൂടെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനു മുമ്പ് അവർ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ സീനുകളും ഒരു സോങ്ങും ഒക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി കിടക്കാച്ചി സീനുകളാണ് കേട്ടോ. അങ്ങനെ വിക്രവും വേദയും കൂടെ ഇരിക്കുമ്പോഴേക്കും അങ്ങോട്ട് വരുന്നുണ്ട് ആൾക്കാരൊക്കെ, വന്ന് തൊഴുകയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ ഒരു പണി തരണമെന്നേ ആലോചിച്ചുള്ളൂ, വിക്രം എന്നെ ഒരു വെയിലത്ത് നിർത്തിയില്ലേ, അതിനു പകരം തനിക്കൊരു പണി തരണം, രാത്രി ഉറങ്ങാതെ അമ്പലത്തിൽ ഭജന ഇരിക്കാൻ പറയണം, അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, വിക്രത്തിൻ്റെ ഒപ്പം ഇങ്ങനെ ഇരുന്ന് ഭജന ഇരിക്കാനും നമ്മൾ ഒന്നിച്ചിങ്ങനെ ക്ഷേത്രത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാനും അതൊക്കെ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായതാ. ആ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ഇതെല്ലാം ഒരു നിമിത്തമാണ് വിക്രം എന്നൊക്കെ പറയാണ്. അപ്പോൾ വിക്രം പറയാ, നീ ഒന്നും മിണ്ടാതിരിക്കുക, നിമിത്തം മണ്ണം കട്ട, കൂടുതൽ നിമിത്തത്തിൻ്റെ കാര്യമൊന്നും നീ പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും രാത്രിയിൽ അവിടെ ഇരിക്കുകയാണ്.
അതേ സമയത്താണ് കേട്ടോ നമ്മുടെ അഭിലാഷിൻ്റെ ഗുണ്ടകൾ ഒരു പണിയൊപ്പിക്കുന്നത്. ശ്രീകാന്ത് പണം കൊടുത്തിട്ട് ആണ് വിനയനെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. അങ്ങനെ അഭിലാഷിൻ്റെ ഗുണ്ടകളെ എങ്ങനെയെങ്കിലും വിക്രത്തിന് ഒരു പണി കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ്. ആ സമയത്താണ് അറിയുന്നത് കേട്ടോ, വിനയം വഴിയാണ് അറിയുന്നത്, വിക്രവും വേദയും ഇന്ന് അമ്പലത്തിൽ ഭജന ഇരിക്കുകയാണ് രാത്രി മുഴുവൻ എന്നുള്ള കാര്യം. അങ്ങനെ അവർ വിക്രത്തിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷ്ടിച്ചിട്ട് പോവാണ് കേട്ടോ. അതേസമയം ആരൊക്കെയോ രാത്രിയിൽ അമ്പലത്തിൻ്റെ മുറ്റത്ത് വരുന്നതും എടുക്കുന്നതും ഒക്കെ വിക്രം കാണുകയാണ്. അപ്പോൾ വിക്രം മതിൽ ചാടിക്കടന്ന് അത് ആരാണെന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഓടിപ്പോകുന്നതൊക്കെ കാണുന്നുമുണ്ട്. അങ്ങനെ നേരം വിളക്കാണ് കേട്ടോ. അപ്പം വേദയും വിക്രവും അവിടെ ഇരിപ്പുണ്ട്. അതേ സമയത്ത് അമ്പലം തുറന്ന് തിരുമേനിയും ഒക്കെ വരുമ്പോഴേക്കും ഭണ്ഡാരം ഒക്കെ കുത്തി തുറന്ന് കൊണ്ടുപോയിരിക്കുന്നതാണ് കാണുന്നത്. ഉടനെ തന്നെ അവർ കമ്മിറ്റിക്കാരെ വിവരം അറിയിക്കുകയാണ്. അപ്പോൾ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി വന്നിട്ട് വിക്രത്തിനോട് ചോദിക്കുകയാണ്, എന്താ വിക്രം, വിക്രമല്ലേ ഇത് ചെയ്തത്? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, വിക്രം അടിയും പിടിയും മാത്രമല്ല മോഷണവും തുടങ്ങിയോ, അമ്പലത്തിൽ കയറി മോഷ്ടിക്കാനും തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രത്തിന് നല്ല ദേഷ്യം വരികയാണ്. വിക്രം പറയും, ദേ മിണ്ടാതിരുന്നോണം, ഞാനൊരു അമ്പലത്തിലും കയറി മോഷ്ടിച്ചിട്ടില്ല, അതൊന്നും എൻ്റെ സ്വഭാവമല്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, അമ്പലത്തിൽ കയറി മോഷ്ടിച്ചില്ലെങ്കിൽ ഈ അമ്പലത്തിൻ്റെ ഭണ്ഡാരമൊക്കെ ആരാ കുത്തി തുറന്നെടുത്തത്? അതുപോലെ തന്നെ ഈ മതിൽ ചാടി കടക്കുന്നത് കണ്ടവരുണ്ട്, വിക്രം അമ്പലത്തിൻ്റെ മതിൽ ചാടി കടന്നെന്ന് കണ്ടവരുണ്ട്. അപ്പോൾ വിക്രം പറയാണ്, ദേ ഇവള് പറഞ്ഞത് കാരണം ഇന്ന് ഈ രാത്രി മുഴുവൻ അമ്പലത്തിൽ ഞാൻ ഭജന ഇരിക്കാൻ വന്നെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇങ്ങനൊരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല, എനിക്കങ്ങനെ മോഷ്ടിക്കേണ്ട കാര്യമില്ല, ആവശ്യത്തിന് പണം അല്ലാതെ തന്നെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവർ പറയാണ്, അങ്ങനൊന്നുമല്ല, ഇതിനൊരു തീരുമാനം ഉണ്ടാവണം എന്നൊക്കെ സുധാകരൻ മാഷിനോട് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയാം, വിക്രം എങ്ങും പോയിട്ടില്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ, അല്ലാതെ വെറുതെ വിക്രത്തിനെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറയാണ്. അങ്ങനെ അവർ പോലീസിനെ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോലീസ് വരുവാണ്. പോലീസാണേലും ശ്രീകാന്തിൻ്റെ പണം വാങ്ങിയിട്ടാണ് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിക്രമല്ലേ ഈ പണി ചെയ്തത്, വിക്രം മതിൽ ചാടി കടന്നത് കണ്ടവരുണ്ട് എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇതെനിക്ക് പണി തന്നതാ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ വേദ വിക്രത്തിനൊപ്പം ചേർന്ന് പറയുന്നുണ്ട് കേട്ടോ, വിക്രം എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ദേ ഇവിടെ ഭജന ഇരിക്കുകയായിരുന്നു, വിക്രം മോഷ്ടിച്ചിട്ടില്ല, വിക്രം അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചെയ്യില്ലെങ്കിൽ പിന്നെ ഇവ മതിൽ ചാടിക്കിടന്ന് എന്തിനാ, പണം മോഷ്ടിച്ചുകൊണ്ട് പോയതല്ലേ, രാത്രിയിൽ ഒരു ഭജന ഇരിപ്പും മതിൽ ചാടിക്കടക്കലും കേരള ജീപ്പിൽ എന്ന് പറഞ്ഞ് വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ വേദയ്ക്ക് അങ്ങ് വിഷമാവുകയാണ് കേട്ടോ. രാധയും കാണുന്നുണ്ട് ഇത്. അപ്പോൾ വേദ പറയുന്നുണ്ട് മനസ്സിൽ, ദൈവമേ, ഞാൻ കാരണം വിക്രത്തിനൊരു അബദ്ധം വരരുതേന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ, ഇതിപ്പം ഞാൻ കാരണം വിക്രത്തിനൊരു അപകടമാണല്ലോ ഉണ്ടായത്, ഞാൻ കാരണമല്ലേ വിക്രം ഭജന ഇരുന്നത്, എന്നിട്ടിപ്പം അതിങ്ങനൊരു പുലിവാലായല്ലോ, എങ്ങനെയും വിക്രത്തെ രക്ഷിക്കണം എന്ന് വിചാരിക്കുകയാണ് വേദ. അതേസമയം രാധയ്ക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. രാധ വിക്രത്തിൻ്റെ ജീപ്പിൻ്റെ പുറകെ ഓടുകയാണ്. വിക്രം എന്താ ഇത്, എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ച് പുറകെ ഓടുക. രാധയെ അവിടെ വിഷമിക്കുകയാണ് കേട്ടോ. അതിനുശേഷം വേദ എങ്ങനെയെങ്കിലും വിക്രത്തിനെ പുറത്തിറക്കണ്ടേ, വിക്രമാണെങ്കിൽ ലോക്കപ്പിൽ കിടക്കുകയാണ്. അങ്ങനെ വേദ പോവാണ്, ശ്രീനിവാസ സാറിൻ്റെ അടുത്ത് പോവാണ്. എന്നിട്ട് ശ്രീനിവാസ സാറിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, സാറേ, വിക്രത്തിനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്, അമ്പലത്തിലെ പണം മോഷ്ടിച്ചെന്നാണ് പറയുന്നത്, വിക്രം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ശ്രീനിവാസ സാറും പറയുന്നുണ്ട്, വിക്രം അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം, കാരണം അവൻ അങ്ങനെ മോഷ്ടിക്കുകയോ ഇല്ല, ആവശ്യമില്ലാതെ ആരോടും തല്ലും അടിയും പിടിയും ഒന്നും ഉണ്ടാക്കില്ല. അപ്പം വേദ പറയാൻ, അതെ, അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല വിക്രവും ഞാനും ഒരുമിച്ച് അവിടെ ഉണ്ടായിരുന്നു സാറേ, ഇതിപ്പം വേറെ ആരോ ചെയ്ത കുറ്റത്തിനാണ് ഞാൻ കാരണം വിക്രം ജയിലിൽ പോയത്, എങ്ങനെയെങ്കിലും വിക്രത്തിനെ നമുക്ക് രക്ഷിക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീനിവാസ സാറ് പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം, വിക്രം എനിക്ക് ഒരു അനിയനെ പോലെയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ ശ്രീനിവാസൻ സാറും വേദയും കൂടെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ വിക്രം ഇങ്ങനെ ലോക്കപ്പിൽ കിടക്കുകയാണ് കേട്ടോ. വേദ കട്ടയ്ക്ക് നിന്ന് വിക്രത്തിന് വേണ്ടി വാദിക്കുകയാണ്. അങ്ങനെ വിക്രത്തിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വേദ എപ്പോഴും വിക്രത്തിനൊപ്പം തന്നെ കാണുക എന്നുള്ളതാണ് ഇനി കാണാൻ പോകുന്നത്. അടിപൊളി സീനുകളൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ആരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്